അത് തണുപ്പ് കാലമായിരുന്നു. കുന്നുകളിലെല്ലാം മഞ്ഞ് വീണിരുന്നു. തണുത്ത കാറ്റ് കാരണം ആരും വീടിന് വെളിയിൽ വരാനേ ഒരുങ്ങിയിരുന്നില്ല. ഗ്രാമവാസികൾ തണുപ്പിൽ വിറച്ചു. മുത്തശ്ശ, ഇത്തവണ നല്ല തണുപ്പുണ്ടല്ലോ. ദൈവം ഇങ്ങനെ മഞ്ഞ് പൊഴിച്ചാൽ ഇന്ത്യ മുഴുവനും മഞ്ഞാകും. നീ പറഞ്ഞത് ശരിയാണടാ. എന്നാൽ ഞങ്ങളുടെ മുതിർന്നവരുടെ കാര്യം കഷ്ടത്തിലാ. ഞങ്ങൾ ഈ തണുപ്പ് കാരണം എന്നും ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും വരൂ, മുകുന്ദ് മുത്തശ്ശന്റെ കടയിൽ പോയി ചൂട് കാഞ്ഞിരിക്കാം. അവിടെ നമുക്ക് സംസാരിച്ചിരിക്കാം. അവിടെയാകുമ്പോൾ തണുക്കുകയുമില്ല, നമുക്ക് തണുപ്പ് കാലം എൻജോയും ചെയ്യാം. അതാണ് ശരി. വാ, പോകാം പോകാം. അവരെല്ലാം മുകുന്ദ് മുത്തച്ഛന്റെ കടയിൽ പോയി ചൂട് കായാൻ തുടങ്ങി. അന്ന് അവിടെ ഒരു വലിയ വീട്ടിൽ പുതുമണവാട്ടിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു. മുത്തശ്ശ, ഠാക്കൂർ സാറിന്റെ കുടുംബം എന്ത് വലുതാണ്. നമ്മുടെ ഗ്രാമത്തിലെ 3/4 ആൾക്കാരും ആ വീട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഗ്രാമത്തെ 2ആയി വിഭജിക്കാമെന്നാണ്. ഒരു കോണിൽ നമ്മൾ ജീവിക്കുന്നു, മറ്റൊരു കോൺ മുഴുവനും അവരുടെ കുടുംബമാണ്. എടാ, ഈ ഠാക്കൂർ സാർ കാരണം നമുക്ക് ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അത്രയും വലിയ കുടുംബം. ആരുടെയെങ്കിലും പിറന്നാൾ വന്നാൽ, കല്യാണം വന്നാൽ സദ്യ കിട്ടില്ലേ നമുക്ക്? ആ കുടുംബം ഗ്രാമത്തിൽ തന്നെ ധനികരും പാരമ്പര്യമുള്ള കുടുംബവുമായിരുന്നു. ആ വീടിന്റെ ഉടമസ്ഥൻ രൺവീർ സിംഗ് ഗ്രാമത്തിലെ പ്രധാനിയാണ്. കൊട്ടാരത്തിന്റെ വെളിയിൽ എനിക്ക് മനസ്സിലാവാത്തത് ഒരു കാര്യം മാത്രമാണ്. ആ വീട്ടിലൊരു പുതിയ മരുമകൾ വന്നാൽ അത്രയും ആൾക്കാരുടെ കൂടെ അവൾ എങ്ങനെ ജീവിക്കും? അവൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ? മുത്തശ്ശ, നിങ്ങളെന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? മരുമക്കളുടെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും. അത്രയും വലിയ കുടുംബമല്ലേ, അതിനൊക്കെ അവരുടെ കയ്യിൽ വഴി കാണും. രാധ നഗരത്തിൽ നിന്നും ഈ വലിയ കുടുംബത്തിൽ അംഗമാകാൻ വന്നതാണ്. എന്നാൽ അത് എളുപ്പമായിരുന്നില്ല. അവളുടെ 50 പെങ്ങന്മാർക്കും പല പല സ്വഭാവവും പെരുമാറ്റവും ഉള്ളവരായിരുന്നു. വരവേറ്റതൊക്കെ മതി. നിങ്ങൾ 50 പേരും ഓരോരുത്തരായി സ്വാഗതം ചെയ്താൽ അവൾക്ക് അകത്തു കയറാൻ പറ്റില്ല. ദൈവമേ, ഈ വീട് കണ്ടിട്ട് രാജാവിന്റെ മാളിക പോലുണ്ട്. ഇത്രയും വലിയ ലൈറ്റുകൾ, ഇത്രയും വലിയ ചുമരുകൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. വെളിയിൽ നല്ല മഞ്ഞുണ്ട്, എന്നാൽ വീടിനകത്ത് തണുപ്പില്ല. എന്തു പറ്റി ചേച്ചി? എന്താ ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് ഈ 50 അനിയത്തിമാരെയും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന്. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. അയ്യോ ചേച്ചി, ഞങ്ങൾ നല്ലതായി തമാശ പറയും. അച്ഛന്റെ ഒരു കാര്യമേ, തമാശക്കാരനായിരുന്നു അല്ലേ? തമാശിച്ച് 50 മക്കൾക്ക് ജന്മം നൽകിയല്ലേ? അപ്പോൾ രാധയെ എല്ലാവരും തുറിച്ചു നോക്കാൻ തുടങ്ങി. നിങ്ങൾ എല്ലാവരും എന്താ തുറിച്ചു നോക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, വെറുതെ. നോക്കൂ രാധേ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് എളുപ്പമല്ല. ഇവിടെ ചിലവർക്ക് ഇഷ്ടമുള്ളത് ചിലവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സ് സന്തോഷിപ്പിച്ചാൽ ഈ വീട് നിനക്ക് സ്വർഗമാണ്. ഞാൻ പരമാവധി ശ്രമിക്കാം ചേച്ചി. നിങ്ങൾ 50 പേരും മോളെ സംസാരിച്ച് നിർത്തുവാണോ? വാ മോളെ, ആദ്യം വിശ്രമിക്ക്. ഒരുപാട് ചടങ്ങുകളുണ്ട്. രാധ അവളുടെ മുറിയിൽ പോയി വിശ്രമിച്ചു. ആദ്യ രാത്രിയുടെ അടുത്ത ദിവസം അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ മൂത്ത സഹോദരി ഗീത പറഞ്ഞു, നേരത്തെ എഴുന്നേറ്റത് നന്നായി. എനിക്ക് ദിവസവും രാവിലെ ബ്ലാക്ക് ടീ കുടിക്കണം. ശരി ചേച്ചി, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചായ കൊണ്ടുവരാം. രാധ ഗീതയ്ക്ക് വേണ്ടി ചായ ഉണ്ടാക്കി. അവൾ ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ അവളുടെ വേറെ അനിയത്തി അടുത്തേക്ക് വന്നു. ചേച്ചി, ഞാൻ കുളിക്കാൻ പോകുക. വേഗം എന്റെ മുറിയിൽ പോയി തുണി പ്രസ് ചെയ്തു വെക്കൂ. ഞാൻ പോട്ടെ. ശരി, കുളിക്ക്. ഞാൻ നിന്റെ തുണി പ്രസ് ചെയ്ത് വെക്കാം. രാധ തുണിയെല്ലാം പ്രസ് ചെയ്തു വെച്ചപ്പോൾ മൂന്നാമത്തെ അനിയത്തി വന്നു. രാധ തനിച്ച് എല്ലാവരുടെ ആവശ്യം നിറവേറ്റി. മോളെ, ഇവരുടെ എല്ലാം ജോലി കഴിഞ്ഞെങ്കിൽ എന്റെ തുണി ടെറസിൽ കിടപ്പുണ്ട്, എടുത്തുകൊണ്ടുവാ. കൊണ്ടുവരാം അമ്മേ. ഇങ്ങനെ ഏതെങ്കിലും സഹോദരിമാർ രാവിലെ എഴുന്നേറ്റ് ചായ ചോദിക്കും, തുണികളെല്ലാം പ്രസ് ചെയ്തു വയ്ക്കാൻ പറയും. ചിലർ അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറയും. എന്നാൽ മറ്റു ചില സഹോദരിമാർ മനഃപൂർവ്വം അവളെ ബുദ്ധിമുട്ടിക്കാൻ എന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടേയിരിക്കും. ചേച്ചി പറ, പയ്യനാണോ മോളാണോ? ആദ്യം പെൺകുട്ടി തന്നെ ആകട്ടെ, കാരണം പെൺകുട്ടിയില്ലാതെ ആൺകുട്ടിയില്ലല്ലോ. അപ്പോൾ അമ്മായിയമ്മ വന്നു. പാതി രാത്രിയായി, അവളെ ഉറങ്ങാൻ പോലും വിടില്ലേ? പോയി ഉറങ്ങുമോളെ, രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ. അങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ രാധ അത് വകവച്ചില്ല. പതുക്കെ പതുക്കെ അനിയത്തിമാരുടെ സ്വഭാവം മാറാനും തുടങ്ങി. ഒരിക്കൽ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയായിരുന്നു. ഇത്തവണ കടുത്ത പേമാരിക്ക് സാധ്യതയുണ്ട്. വീടിന് പുറത്തിറങ്ങരുതെന്ന് ഗ്രാമജനങ്ങൾക്ക് നിർദ്ദേശം. നോക്കൂ, കാറ്റും തണുപ്പും കൂടി വരുന്നു. എല്ലാ സ്കൂളും അടച്ചിട്ടിരിക്കുന്നു.
ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. വലിയ പേമാരി വരാനുള്ള സാധ്യതയുണ്ട്. ഗ്രാമത്തിലൊരാൾ അറിയിക്കാനും വന്നു. എല്ലാവരും കേട്ടുനിന്നു. ഠാകൂറിന്റെ കുടുംബവും ഈ കൊടുങ്കാറ്റിനെ എതിർക്കാൻ ഒരുങ്ങി. വീടിന്റെ വാതിലും ജനലും മുറുക്കെ അടച്ചും വച്ചു. എന്നാൽ പേമാരി എത്ര ഭയങ്കരമെന്നാൽ ഗ്രാമത്തെ തന്നെ വെള്ളത്തിലാഴ്ത്തി. അയാൾ എപ്പോൾ വന്ന് കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് പോയോ? അപ്പോൾ മുതൽ പേമാരി തുടങ്ങി. റോഡിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ദൈവം എന്തെങ്കിലും ഒരു വഴി രക്ഷപ്പെടാൻ കാണിക്കും. പേമാരിയുടെ 3-ാമത്തെ ദിവസം ഗ്രാമത്തിലെ കുന്നിൽ നിന്നും ഒരു വലിയ ശബ്ദം വന്നു. അവിടെ ഒരു വലിയ പാറ ഉരുണ്ട് ഗ്രാമത്തിന്റെ നടുക്ക് വന്നു വീണു. ഒരാൾ ഠാകൂറിന്റെ വീട്ടിലേക്ക് വന്നു. ഠാക്കൂർ സാർ, ഇത്തവണ തോന്നുന്നത് നമ്മുടെ ഗ്രാമം രക്ഷപ്പെടില്ലെന്നാ. പാറകളൊക്കെ പൊട്ടി ഗ്രാമത്തിൽ വീഴുന്നു. ഒരു വലിയ പാറ നമ്മുടെ പകുതി ഗ്രാമം തന്നെ നശിപ്പിച്ചു. ഈ വാർത്ത എപ്പോൾ ഠാകൂറിന്റെ ചെവിയിലെത്തിയോ ആ വീട്ടിലും പേടിയായി. കുടുംബത്തിലുള്ള എല്ലാവരും പേടിച്ചു. എന്നാൽ രാധയ്ക്ക് ധൈര്യമുണ്ടായിരുന്നു. അവൾ അനിയത്തിമാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, നമുക്കെന്തെങ്കിലും ചെയ്യണം. ഈ ഗ്രാമത്തെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് രക്ഷിക്കണം. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. രാധയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറയാം. രാധ അനിയത്തിമാരോടെല്ലാം പറഞ്ഞുകൊടുത്തു. രാധ തന്റെ 50 അനിയത്തിമാരെയും കൂട്ടി ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്തു. അവർ ഓരോരുത്തരെ ജീവനോടെ രക്ഷപ്പെടുത്താനും തുടങ്ങി. അവർ ഗ്രാമജനങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അതിലൂടെ അവർ അന്ന് പഠിച്ചു ബുദ്ധിമുട്ടിലുള്ളവരെ എന്നും സഹായിക്കണമെന്ന്. മോളെ, നിങ്ങൾ എല്ലാവരും ഇന്ന് തെളിയിച്ചു കാണിച്ചു. നിങ്ങൾ എല്ലാവരും വലിയ ആൾക്കാരാണെന്ന്. ആ പേമാരി മാറിയപ്പോൾ ഗ്രാമജനങ്ങളെല്ലാവരും ഠാക്കൂറിന്റെ കുടുംബത്തെ പ്രശംസിച്ചു. രാധ തന്റെ ബുദ്ധിയും പെങ്ങൾമാരുടെ സഹായവും കൊണ്ട് ഇതെല്ലാം ചെയ്ത് രാധ തെളിയിച്ചു. അസാധ്യമായ കാര്യം ഒന്നുമില്ല എന്ന്. ഈ സംഭവത്തിനു ശേഷം രാധയുടെ പേര് ആ ഗ്രാമത്തിൽ എല്ലായിടത്തും ഫേമസായി. രാംപൂർ ഗ്രാമത്തിലെ ജഗന്നാഥ് മാളിക എല്ലായിടത്തും പ്രസിദ്ധമായിരുന്നു. കാരണം അവരുടെ കുടുംബം ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു. ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ ഗ്രാമത്തിലേക്ക് വന്നു. അവൻ ഗ്രാമം സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഗ്രാമത്തിൽ താമസിക്കുന്ന കജോദർ അമ്മാവൻ അയാളെ തടഞ്ഞു. നോക്കൂ നോക്ക്, ഇംഗ്ലീഷുകാരൻ നമ്മുടെ ഗ്രാമത്തിൽ വന്നിരിക്കുന്നു. ചേട്ടാ, ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. ഹേ അമ്മാവ, അധികം അലറണ്ട. ഈ പ്രായത്തിൽ ഇങ്ങനെ അലറിക്കഴിഞ്ഞാൽ തട്ടിപ്പോകും. തനിക്ക് മലയാളം അറിയുമോ? ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാരതം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മലയാളവും പഠിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗ്രാമത്തിലൊരു കുടുംബമുണ്ടെന്ന്. അത് ഒരു ഗ്രാമം പോലെയാണെന്നും. ജഗന്നാഥ മാളികയെക്കുറിച്ചാണോ താങ്കൾ കേട്ടിട്ടുള്ളത്? ആഹാ, ഓർമ്മ വന്നു. ജഗന്നാഥ് മാളികയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താ, നിങ്ങൾ എന്നെ അവിടെ കൊണ്ട് വിടാമോ? ഞാൻ നിങ്ങളെ മാളികയുടെ മുൻപിൽ കൊണ്ടുപോയി വിടാം. അകത്തേക്ക് കയറിയാൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. കാരണം അവിടെ നിങ്ങൾക്ക് എന്തും സംഭവിക്കാം. ഇത് കേട്ടപ്പോൾ ഇംഗ്ലീഷുകാരന്റെ മനസ്സിൽ പേടി തോന്നി. അമ്മാവ, അതെന്താ വല്ല പ്രേതഭവനവുമാണോ? നിങ്ങൾക്ക് ഇംഗ്ലീഷുകാർക്ക് എല്ലാ മാളികയും പ്രേതമാളികയാണോ? വാ, നിന്നെ കൊണ്ട് വിടാം. ബാക്കി നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. അവിടെ മറുവശത്തെ മാളികയ്ക്കുള്ളിൽ ഒരുപാട് മരുമക്കളുണ്ടായിരുന്നു. ജഗന്നാഥിന്റെയും 9 സഹോദരന്മാരുടെ ഭാര്യമാരെയും അവർക്ക് 10 മക്കളുമുണ്ട്. അവർക്കും ഓരോ ഭാര്യമാരുണ്ട്. അപ്പോൾ അവിടെ മൊത്തത്തിൽ 10 മരുമക്കളുണ്ട്. ജഗന്നാഥിന്റെ മൂത്ത മരുമകളുടെ പേര് സാവിത്രി എന്നാണ്. അവൾ റാണിയാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആരും അവളെ അനുസരിക്കില്ല. മമത, രാഗിണി, സരളെ, നിങ്ങളോട് പറഞ്ഞതല്ലേ രാവിലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന്. നിങ്ങളെന്താ ഉണ്ടാക്കിയത്? നിങ്ങളെന്താ വലിയ റാണിയാണോ? നിങ്ങൾ 100 പേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കണ്ട. ഗ്രാമജനങ്ങൾ പേടിക്കും. ഭക്ഷണം ഉണ്ടാക്കില്ലേ ഇതുവരെ? ഞാൻ ഭക്ഷണമുണ്ടാക്കാൻ പോയതാ. എന്നാൽ ഇവരെന്നെ തടഞ്ഞു. മാളികയുടെ പുറകിൽ ഒരു വലിയ അടുക്കളപ്പുരയുണ്ടായിരുന്നു. ഒരു വീട് പോലെ തന്നെ. അവിടെ പോയി എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണമുണ്ടാക്കാറ്. ഇതെല്ലാം വെളിയിൽ നിന്ന് ഇംഗ്ലീഷുകാരൻ കണ്ടു. അയാൾ മാളികയ്ക്കുള്ളിലേക്കും കയറി. കിഷോറിലാൽ, ഈ വെള്ളക്കാരനെന്താ നമ്മുടെ ഗ്രാമത്തിലൊക്കെ? സഹോദര, നിങ്ങൾ ആരാണ്? ഞാൻ ലണ്ടനിൽ നിന്ന് വന്നതാ. നിങ്ങളുടെ ഗ്രാമത്തിലെ കജോദർ മാമൻ എന്നെ ഇവിടെ വിട്ടിട്ട് പോയതാണ്. നിങ്ങളുടെ മാളികയെക്കുറിച്ച് ഞാനൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ വന്നതാണ്. എനിക്കറിയണം എല്ലാ മരുമക്കളും എങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നുവെന്ന്. ഞങ്ങളുടെ നാട്ടിൽ 2 മരുമക്കളെ കാണും ഒരുമിച്ച് താമസിക്കുകയില്ല. അതെന്താണെന്നറിയാമോ സായിപ്പേ? നിങ്ങളുടെ ഇംഗ്ലീഷൊക്കെ ശരിയാണ്, എന്നാൽ ബന്ധങ്ങൾ മോശമാണ്. ഞങ്ങളുടെ ഇംഗ്ലീഷ് മോശമാണ്, എന്നാൽ ബന്ധങ്ങൾ നല്ലതാണ്. ഓ വാവ്, എന്ത് മഹത്തായ വാക്കുകളാണത്. ഞാൻ ഒന്ന് നോട്ട് ചെയ്യട്ടെ. മക്കളെ, ഇയാൾ നമ്മുടെ അതിഥിയാണ്. താമസിക്കാനുള്ള സൗകര്യം ചെയ്യൂ. ശരിയച്ചാ. മുഴുവൻ 100 മക്കളും ഒരുമിച്ച് സംസാരിക്കുന്ന ശബ്ദം കേട്ട് ആ ഇംഗ്ലീഷുകാരൻ അവിടെ വീണു. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് പറയരുതെന്ന്? മക്കൾ അയാളുടെ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ മുറിയിൽ കൊണ്ടുപോയി.
അയാൾക്ക് ബോധം വന്നപ്പോൾ കണ്ടു അയാളുടെ അടുത്ത് 100 ആൾക്കാർ നിൽക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഒരു കുടുംബമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു നഗരത്തിന്റെ ഇടയിൽ കയറി നിൽക്കുന്നത് പോലെയാ. ഇതാണ് ഞങ്ങളുടെ ഭാരത സംസ്കാരം. നീ കേട്ടിട്ടുണ്ടോ വസുദേവ കുടുംബകമെന്ന്? അതിന്റെ അർത്ഥം ഈ മണ്ണും സൗരയുധവും പിന്നെ കണ്ണിൽ കാണാൻ പറ്റുന്നത് പിന്നെ കാണാൻ പറ്റാത്തത് എല്ലാം നമ്മുടെ കുടുംബമാണ്. നമ്മളെല്ലാം ഒന്നാണ്. അവരോട് കുറെ നേരം സംസാരിച്ചതിനു ശേഷം ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണത്തിന്റെ നല്ല മണമെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കളയിൽ പോയി അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തോട്ടെ? എന്തുകൊണ്ടില്ല. ഇവിടെ നിന്ന് നേരെ പോകൂ. എന്നിട്ട് വലത്തോട്ട്, പിന്നെയും വലത്തോട്ട്, പിന്നെയും വലത്തോട്ട്, പിന്നെ നേരെ പൊക്കോ. ഞങ്ങൾ പാടത്തിലേക്ക് പോകുക. അല്ലെങ്കിൽ കൂടെ വരാമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. എല്ലാവരും പാടത്തേക്ക് പോയപ്പോൾ ഇംഗ്ലീഷുകാരൻ എങ്ങനെയോ അടുക്കളയിലെത്തി. നോക്കിയപ്പോൾ സാവിത്രി ഒരു കസേരയിലിരുന്ന് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അയാളും അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് എടുത്തു. സരളെ, നീ മനഃപൂർവ്വം പച്ചക്കറി പതുക്കെ കട്ട് ചെയ്യുന്നതല്ലേ? നീ മടിച്ചിയായി. ആണോ? ഞാൻ പതുക്കെ അരിയുന്നു. അപ്പൊ നിങ്ങളോ? മമത ചേച്ചി നാടകം കളിക്കുന്നത് നിർത്ത്. ഇന്ന് നിന്റെ ജോലിയാ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ. കുറച്ച് മുളകുപൊടിയും എണ്ണയുമെങ്കിലും വാരിയിട്, എന്നാലെങ്കിലും ബോധം വരട്ടെ. നീ എന്താ പറഞ്ഞത്? എനിക്ക് ബോധം വരട്ടെ എന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഈ 20 പേരും നമ്മളെക്കുറിച്ച് ദിവസവും കുറ്റം പറയുന്നുണ്ട്. ഇന്നിവരെ ഒരു പാഠം പഠിപ്പിക്കണം. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു താണ്ഡവം നടക്കാൻ പോകുന്നു. ജഗന്നാഥൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു അവന്റെ കുടുംബം ഒറ്റക്കെട്ടാണെന്ന്. പതുക്കെ പതുക്കെ സത്യമെല്ലാരും മനസ്സിലാക്കും. ഇംഗ്ലീഷുകാരൻ ഭിത്തിയുടെ പുറകിലിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. 2 ഗ്രൂപ്പിനും ഇടയിൽ അടിയുണ്ടാകാൻ തുടങ്ങി. എല്ലാവരും പരസ്പരം മുടി വലിച്ചു. അവർ തമ്മിൽ പച്ചക്കറി എടുത്തു മടിക്കാൻ തുടങ്ങി. ഓ വാവ്, എനിക്ക് നല്ല നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇൻസ്പിറേഷണൽ വീഡിയോ ഉണ്ടാക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ മുഴുവനും കോമഡിയാ. കുഴപ്പമില്ല, കോമഡി വീഡിയോ അങ്ങ് എടുക്ക. ഇവർ ഭാരതം മഹത്വമുള്ളതാണെന്നല്ലേ പറയുന്നത്. ഇന്നെല്ലാവരെയും ഞാൻ സത്യം അറിയിക്കും. ദൂരെ നിന്ന് നോക്കിയാൽ എല്ലാ നാടും മഹത്വമാണ്. അകത്ത് കയറി നോക്ക്, യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാക്കാം. നോക്ക്, പൂച്ചയും പട്ടിയും പോലെ വഴക്കുണ്ടാക്കുന്നു. എല്ലാവരും പരസ്പരം വീണ്ടും മുടി വലിച്ചടിക്കാൻ തുടങ്ങി. നിങ്ങൾ ദിവസവും ഈ നാടകം തന്നെയാണ് കളിക്കുന്നത്. അടിയും പിടിയും ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിക്കുന്നു. ഇവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എത്ര വർഷമായി പരസ്പരം നല്ലതുപോലെ സംസാരിച്ച് സ്നേഹത്തോടെ ഒരു കാര്യവും ചെയ്യില്ല. വാ പോകാം. ഞാൻ എന്റെ മരുമക്കളോടുള്ള വിശ്വാസം വിടുക. ഇവർ വഴക്കുണ്ടാക്കുന്നത് നിർത്തില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. ആ മാളികയിൽ മറ്റെല്ലാം ഓക്കെയായിരുന്നു. എന്നാൽ പരസ്പരം മരുമക്കൾ അടിവെച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ഇംഗ്ലീഷുകാരൻ ക്യാമറയിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരന്റെ കണ്ണിൽ ഭാരതം മഹത്വമുള്ളതായിരുന്നില്ല. ഇത് ജഗന്നാഥന് ഒരുപാട് വേദനയുണ്ടാക്കി. അനിയന്മാരെ, മക്കളെ, എന്റെ മരുമക്കൾ പണിയെല്ലാം എടുക്കുന്നുണ്ട്, എന്നാൽ വഴക്കും ഉണ്ടാക്കുന്നുണ്ട്. എന്നും അവർ തമ്മിൽ മുടി പിടിച്ച് വലിയ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മാളികയുടെ പേര് നഷ്ടമാകും. ആ വെള്ളക്കാരൻ നമ്മളെക്കുറിച്ച് എന്ത് കരുതും? നമുക്കിത് ശരിയാക്കിയേ പറ്റൂ. കാരണം ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ ഭാരതത്തിന്റേതുമാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. എന്നാൽ 100 മരുമക്കളെയും ഒരുമിച്ച് എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും? നാളെ രാവിലെ എല്ലാവരും കുറച്ച് ദിവസത്തേക്കിന് നഗരത്തിൽ പോകൂ. ഞാൻ ഈ മാളികയിൽ തന്നെ ഇരിക്കട്ടെ. അടുത്ത ദിവസം ജഗന്നാഥനെ വിട്ട് മക്കളെല്ലാം നഗരത്തിലേക്ക് പോയി. പെട്ടെന്ന് ജഗന്നാഥന് ഹാർട്ട് അറ്റാക്കും വന്നു. എല്ലാ മരുമക്കളും അടുത്തു വന്നു. ഇംഗ്ലീഷുകാരൻ വീഡിയോയും റെക്കോർഡ് ചെയ്തു. മരുമക്കളെ, ഞാൻ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. ഇല്ലച്ചാ, അങ്ങനെയൊന്നും പറ്റില്ല. മമതേ, സരളെ, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മരുമക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 10 ദിവസം അയാളുടെ ചികിത്സ നീണ്ടു നിന്നു. അതുവരെ മരുമക്കളെല്ലാം അവിടെ തന്നെ നിന്നു. ഇതെന്താണ്? ഇതുവരെ ഇവർ പട്ടിയും പൂച്ചയും പോലെ വഴക്കുണ്ടാക്കി. എന്നാൽ കഴിഞ്ഞ 10 ദിവസമായി എല്ലാവരും ഒരുമിച്ച് അമ്മാവനെ ചികിത്സിക്കുന്നു. ഇവരപ്പോൾ അത്രയും ദുഷ്ടരൊന്നുമല്ലേ? 10 ദിവസങ്ങൾ കഴിഞ്ഞ് ജഗന്നാഥൻ വീട്ടിലേക്ക് വന്നു. മക്കളും നഗരത്തിൽ നിന്നും വന്നു. മക്കളെ, എനിക്കൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ വെറുതെ നോക്കിയതാണ്. പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിക്കുന്നുണ്ടോ എന്ന്. അച്ഛാ, ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ടാ. ഞങ്ങൾ ആരെയും പരസ്പരം വിട്ടുകൊടുക്കില്ല. വാവ്, മനസ്സിലായി എനിക്ക് ഭാരതത്തിന്റെ സംസ്കാരം. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വഴക്കിലും നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെന്ന്. ഞാൻ പറയുന്നു, ഇങ്ങനെ സ്നേഹത്തോടുള്ള വഴക്ക് എല്ലാ ദേശങ്ങളിലും വേണം. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഇംഗ്ലീഷുകാരൻ ആ ഡോക്യുമെന്ററി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അത് ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടു. ഇതാണ് ഭാരതത്തിന്റെ മഹത്വമെന്ന് പറയുന്നത്. ഇവിടെ എന്തോ പ്രത്യേകത